പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 10 കൊല്ലമായി ടി വിയിൽ ഞാൻ പ്രതികരിക്കുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് എല്ലാവർക്കും ഒരു അവസരം കിട്ടണമല്ലോ ജീവിതത്തിൽ. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് പ്രതിനിധിയോ സ്ഥാനവും കുറവാണ്, അതെനിക്ക് പറയാൻ പറ്റും. അധിക സമയത്തും തരുമ്പം ഒരു തോൽക്കുന്ന സീറ്റായിരിക്കും. എൻ്റെ ഇതിൽ മലബാർ സൈഡിലും ന്യൂനപക്ഷ ആൾക്കാരുണ്ട്. അത് അവിടെ ഒരു സ്ത്രീയാണ് മത്സരിക്കുന്നത്. അവർക്കൊരു സ്ത്രീ ന്യൂനപക്ഷനെ പരിഗണിക്കുകയായിരുന്നു. വടകര എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ മാഹിയിലാണ്. അപ്പം അവർക്ക് ഒന്ന് നോക്കായിരുന്നു. ഷാഫി ഒരു സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് നമുക്ക് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട്, അതും പാലക്കാടിലൊരു വലിയ നേതാവാണ്, അവിടെ ഒരു പരിക്ക് പറ്റും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ന്യൂനപക്ഷക്കാർ, അത് ശരിക്കും അവർക്ക് നോക്കായിരുന്നു. അതൊരു സ്ത്രീയാണ് അവിടെ മത്സരിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ BJPയെ കുറ്റം പറഞ്ഞിരുന്ന ഷമാ മുഹമ്മദ് ഇപ്പോൾ കോൺഗ്രസിലെ സ്ത്രീകളുടെ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അവഗണനയാണ് ഏൽക്കേണ്ടി വരുന്നത് എന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത്. എന്നാൽ ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ആരുമല്ല എന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നത്. എന്തായാലും ഷമാ മുഹമ്മദ് BJPയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. പാർട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ സീറ്റ് ലഭിച്ചതില്ലെന്ന പരിഭവം പറഞ്ഞ ഷമാ മുഹമ്മദിന് സുധാകരൻ നൽകിയ മറുപടി കനത്ത പ്രഹരമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മതിയായ വനിതാ പ്രാതിനിധ്യമില്ല എന്ന തുറന്ന വിമർശനവുമായി പരസ്യമായ രംഗത്തെത്തിയ AICC വക്താവ് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്നായിരുന്നു സുധാകരന്റെ മറുപടി. ഇതോടെ നിരാശയായ ഷമ മറുകണ്ഠം ചാടുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. സൈബർ ഇടങ്ങളിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ BJP അണിയറ നീക്കം തുടങ്ങി. BJP ജില്ലാ നേതൃത്വമാണ് ഷമാ മുഹമ്മദുമായി പ്രാരംഭ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചത്. ദേശീയ തലത്തിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കടുത്ത വിമർശകയായ ഷമാ മുഹമ്മദിനെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നേട്ടം ആകുമെന്നാണ് വിലയിരുത്തൽ. പത്മജ വേണുഗോപാലിന് ശേഷം പാർട്ടി നേതൃത്വത്തിലെ ഒരു പ്രമുഖ വനിതയെ കൂടി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളും പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. AP അബ്ദുള്ളക്കുട്ടി, C രഘുനാഥ് എന്നിവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ചരട് വലിച്ചതും അണിയറ നീക്കങ്ങൾ നടത്തിയതും BJP കണ്ണൂർ ജില്ലാ നേതൃത്വമായിരുന്നു. കണ്ണൂരെങ്കിൽ വടകരയെന്ന മത്സരപ്രതീക്ഷയുമായി കഴിഞ്ഞ 2-3 വർഷമായി ഷമാ മുഹമ്മദ് ഡൽഹിയിൽ നിന്നും തട്ടകമാറ്റി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി സഹകരിച്ചു വരികയായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വ്യക്തിപരമായി ഇവർ നടത്തുന്നുണ്ട്. എന്നാൽ ഷമയെ പല വേദികളിലും ഉയർത്തിക്കാണിക്കാനും മഹിളാ കോൺഗ്രസിന്റെയോ പോഷക സംഘടനകളുടെയോ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് പാർട്ടിയിലെ സുധാകര വിഭാഗം ശ്രമിച്ചതെന്നാണ് ആക്ഷേപം. അതേസമയം ദേശീയ വക്താവായിരുന്നിട്ട് കൂടി പാർട്ടിയിലെ സാഹചര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയാത്ത ക്ഷമയ്ക്ക് എന്ത് രാഷ്ട്രീയ ബുദ്ധിയാണുള്ളതെന്ന ചോദ്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നു. താൻ മത്സരിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച K സുധാകരൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും സ്ഥാനാർത്ഥിയായതോടെയാണ് ക്ഷമയടക്കമുള്ള നവാഗത സ്ഥാനാർത്ഥികൾ പടിക്ക് പുറത്തായത്. വടകരയിൽ തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ക്ഷമ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടും ആരും ഗൗനിച്ചില്ല എന്നതാണ് വസ്തുത. പാലക്കാട്ട് നിന്നും MLA ആയ ഷാഫിയെ കൊണ്ടുവന്ന് നിർത്തുകയായിരുന്നു മത്സരം. വടകരയിൽ ഷാഫിക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിന് താൽപ്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന വാദമായിരുന്നു ഷമയെ കണ്ണൂർ, വടകര മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പാർട്ടിയിലെ ചില നേതാക്കൾ പറഞ്ഞു പരത്തിയിരുന്നത്. ഇതോടെ AICCയുടെ ഗുഡ് ലിസ്റ്റിൽ നിന്നും വക്താവായ ഡോക്ടർ ഷമാ മുഹമ്മദ് പുറത്തായി. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കണ്ണൂർ DCC ഓഫീസിന് മുൻപിൽ K സുധാകരൻ ഒരുക്കിയ സ്വീകരണത്തിന് മുൻപായി മാധ്യമപ്രവർത്തകരോട് തനിക്ക് നേരിട്ട അവഗണന തുടർന്ന് പറഞ്ഞ ഷമാ മുഹമ്മദ് സ്ത്രീക്ക് പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം നൽകുന്നില്ല എന്നും തുറന്നടിച്ചു. ഇതിനിടെയാണ് ഷമയുടെ പ്രതികരണവും എത്തിയത്. ഡോക്ടർ ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ ആരുമല്ല എന്നും അവർ ഉന്നയിച്ച വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു K സുധാകരന്റെ കടുത്ത പ്രതികരണം. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വനിതകളെ പരിഗണിച്ചില്ലെന്ന ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിനെതിരെയാണ് സുധാകരൻ രൂക്ഷമായി പ്രതികരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചത്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നത് പരാതി തന്നെയാണ്. ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ഷമ അഭിപ്രായപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സംവരണ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെയെന്നും ഷമാ മുഹമ്മദ് വിശദീകരിച്ചു. സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റുകളാണ്. വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ക്ഷമ ചൂണ്ടിക്കാട്ടി. ഇതിനിടെയാണ് BJP ക്ഷമയെ സമീപിച്ചെന്ന സൂചനകളും പുറത്തുവരുന്നത്. രണ്ടും കൽപ്പിച്ച ഡോക്ടർ ഷമാ മുഹമ്മദ് പോയാൽ അതും കോൺഗ്രസിന് വീണ്ടും ഷോക്ക് ട്രീറ്റ്മെന്റായി മാറിയേക്കും.